ഉത്തരാഖണ്ഡ് ചരിത്രമാകുന്നു. ഏക സിവിൽ കോഡ് നിലവിൽ വരുന്ന ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറുകയാണ്. എസ് ടി വിഭാഗത്തിനും മറ്റ് സംരക്ഷിത വിഭാഗങ്ങൾക്കും ഈ യൂണിഫോം സിവിൽ കോഡ് ബാധകമായിരിക്കില്ല. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉത്തരാഖണ്ഡിൽ നിന്നുള്ള വിവരങ്ങൾ? വിനീത വി ജി ചേരുന്നു വിശദാംശങ്ങളുമായി. ഗുഡ് മോർണിംഗ് വിനീത. വിവരങ്ങൾ ഉത്തരാഖണ്ഡ് ചരിത്രത്തിലേക്ക് കയറുന്നു. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തീർച്ചയായും എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് തന്നെ ആദ്യമായി ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ഒരു സംസ്ഥാനമായി മാറുകയാണ് ഉത്തരാഖണ്ഡ്. ഗോവയിൽ നിലവിൽ ഏക സിവിൽ കോഡ് ഉണ്ട്, പക്ഷേ അത് ഈ പോർച്ചുഗീസ് ഭരണം മുതൽ തന്നെ അവർ പിന്തുടർന്ന് വരുന്നതാണ്. അതിന് പിന്നീട് ഇപ്പോൾ ഇതാ ഉത്തരാഖണ്ഡാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നത്. ഈ ഏക സിവിൽ കോഡ് നടപ്പാക്കുമ്പോൾ ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമമായിരിക്കും ബാധകമാവുക. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകം ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളുണ്ട്. ഈ ചടങ്ങിൽ വെച്ച് ഇതിനായി പ്രത്യേകം പോർട്ടലുകൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഓൺലൈനായൊക്കെ തന്നെ ഈ പോർട്ടലുകളിലൂടെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ എല്ലാ ആളുകൾക്കും ഇതിന്റെ ഗുണം, ഈ നിയമത്തിന്റെ ഗുണം എല്ലാ ആളുകൾക്കും ഒരേപോലെ ലഭിക്കുമെന്നും പറയുന്നുണ്ട്. വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, സ്വത്തവകാശം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇനി മുതൽ ഒരേ നിയമമായിരിക്കും. ഈ വിവാഹമൊക്കെ തന്നെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ പ്രകാരം നടത്താമെങ്കിലും അവിടെയും നിയമം ബാധകമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ലിവിംഗ് റിലേഷനുകൾ, അങ്ങനെയുള്ള റിലേഷനുകളിലുള്ള ആളുകൾ അത്തരം റിലേഷനുകളുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അവർക്കും രജിസ്റ്റർ ചെയ്യണമെന്നൊരു കാര്യമാണ് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇതിനായി പ്രത്യേകം സാക്ഷ്യപത്രം നൽകേണ്ടതായിട്ടുണ്ട്. ഈ സാക്ഷ്യപത്രത്തിൽ തെറ്റുവരുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ കളവ് കാണിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് എങ്കിൽ 3 വർഷം വരെ തടവോ ഒപ്പം തന്നെ 25,000 രൂപ വരെ പിഴയോ ലഭിക്കുമെന്നാണ് പറയുന്നത്. ഈ ലിവിംഗ് റിലേഷനിലുള്ള ആളുകൾ അവർ വേർപിരിയാൻ തീരുമാനിച്ചാൽ അക്കാര്യവും ഈ പോർട്ടലിലൂടെ അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഈ റിലേഷനിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ സ്വത്തവകാശവും ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ റിലേഷനിലുള്ള സ്ത്രീ പുരുഷനാൽ വഞ്ചിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് ജീവനാംശവും ഈ നിയമം ഉറപ്പാക്കുന്നുണ്ട്. എല്ലാ ആളുകൾക്കും തുല്യമായിട്ടുള്ള നിയമം, അതാണ് ഈ UCC നടപ്പാക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഈ SC ST ഒപ്പം തന്നെ അത്തരത്തിലേക്കുള്ള മറ്റ് വിഭാഗങ്ങൾക്കൊക്കെ തന്നെ ഈ നിയമത്തിൽ നിന്ന് അവരെ മാറ്റിയിട്ടുണ്ട്. പ്രതിപക്ഷമൊക്കെ ആദ്യഘട്ടത്തിൽ ചില വിമർശനവുമൊക്കെ ആയി രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും സംസ്ഥാനം അത്തരം നിലപാടുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ആ ബില്ല് അവർ അവതരിപ്പിക്കുകയും ഒപ്പം തന്നെ അത് പാസ്സാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ന് മുതൽ UCC ഉത്തരാഖണ്ഡിൽ പ്രാബല്യത്തിൽ വരികയാണ്. എസ് കെ. ഓക്കെ, വിനീത വി ജിയാണ് വിവരങ്ങൾ നൽകിയത്.